നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷം ആലപ്പുഴ ജില്ലയിൽ കനത്ത നാശനഷ്ടം. 419 വീടുകൾ ഭാഗികമായും 11 വീടുകൾ പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പ്രായമായവരും മറ്റു രോഗങ്ങളുള്ളവരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി. ചേർത്തലയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. 27-ാം വാർഡിൽ ദിവസങ്ങളോളമായി കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഇനി TC ഇല്ലെങ്കിലും സ്കൂൾ മാറാം. പുതിയ ഉത്തരവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പൊതുവിദ്യാലയങ്ങളിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കാലവർഷം ആലപ്പുഴ ജില്ലയിൽ കനത്ത നാശനഷ്ടം. 419 വീടുകൾ ഭാഗികമായും 11 വീടുകൾ പൂർണ്ണമായും തകർന്നു. ചേർത്തല താലൂക്കിൽ 112 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. അമ്പലപ്പുഴ താലൂക്കിൽ 151 വീടുകളാണ് ഭാഗികമായി തകർന്നത്. 5 വീടുകൾ പൂർണ്ണമായും തകർന്നു. കുട്ടനാട് താലൂക്കിൽ 79 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കാർത്തികപ്പള്ളി താലൂക്കിൽ 16 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. മാവേലിക്കര താലൂക്കിൽ 13 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ചെങ്ങന്നൂർ താലൂക്കിൽ 48 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. നിലവിൽ അമ്പലപ്പുഴ താലൂക്കിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ 4 കുടുംബങ്ങളിലെ 18 പേരെ പാർപ്പിച്ചിട്ടുണ്ട്. കനത്ത കാറ്റിലും മഴയിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഭീമൻ ആൽവൃക്ഷം നിലം പൊത്തി. ക്ഷേത്രത്തിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഉണ്ടായിരുന്ന കൂറ്റൻ ആൽമരമാണ് നിലം പൊത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആൽവൃക്ഷത്തിന് താഴെയാണ് ഉത്സവകാലങ്ങളിൽ എത്തുന്ന ഗജവീരന്മാരെ തളച്ചിരുന്നത്. ആൽത്തറയും തകർന്നിട്ടുണ്ട്. രാവിലെ തിരക്ക് കുറവായതിനാലും തറയ്ക്കു സമീപം ഭക്തരില്ലാത്തതിനാലും വൻ അപകടം ഒഴിവായി. രാവിലെ 6 മണി കഴിഞ്ഞ് 7 മണിക്കുള്ളിലായിട്ട് കാറ്റും കോളൊന്നുമല്ല നിശ്ചലമായി നിന്ന സമയത്ത് പയ്യനെ അതിൽ ചെരിഞ്ഞ് വീഴുമായിരുന്നു. ആ സമയം ഇതിൻ്റെ ചുവട്ടിൽ ആൾക്കാരൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. ജീവഹാനിയോ മറ്റുള്ള ഒന്നും തന്നെ ഉണ്ടായില്ല. ആൾക്കാർ പകല് സമയങ്ങളിൽ ആൾക്കാർ സന്ധ്യയ്ക്കുമൊക്കെ ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ കയറിയിരിക്കുന്നതാണ്. ഈ സമയമായതുകൊണ്ടൊന്നും ഒഴിച്ചില്ല. ഇതിനൊരു അരമണിക്കൂർ മുമ്പ് അതിൻ്റെ ഇതിലൂടെ ആൾ പോയതാണ്. അതൊക്കെ ഭഗവാൻ മാറ്റി. 2 ദിവസമായിട്ട് കാറ്റും മഴയൊക്കെ ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു. കൂടുതലും ഓടും വീടും മരങ്ങളും ഒക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ഭക്തർ ആൽത്തറയിലിരിക്കുക പതിവാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ക്ഷേത്രത്തിൽ കൊടിമര ചുവട്ട് വരെ വെള്ളക്കെട്ടുണ്ടായി. ആനക്കൊട്ടിലും ഒരടിയിലേറെ വെള്ളം ഉയർന്നു. ശക്തമായ കാറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ക്ഷേത്ര കലാപീഠം, ഉപദേശക സമിതി ഓഫീസ് എന്നിവിടങ്ങളിലും കുറച്ച് ഓടുകൾ പറന്നുപോയിരുന്നു. കാലവർഷം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാൻ സജ്ജമാണെന്ന് കുട്ടനാടൻ MLA തോമസ് കെ തോമസ്. ശക്തമായ കാറ്റിലും മഴയിലും നാശനഷ്ടം സംഭവിച്ച വീടുകൾ പരിശോധിച്ച് പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്നും MLA. കാലവർഷം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാൻ കുട്ടനാട് സജ്ജമാണെന്ന് തോമസ് കെ തോമസ് MLA പറഞ്ഞു. കിഴക്കൻ മേഖലയിൽ പെയ്തിറങ്ങിയ മഴവെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്ന് കുട്ടനാട്ടിൽ ജലനിരപ്പ് അല്പം ഉയർന്നുവെങ്കിലും തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിലൂടെ വളരെ വേഗത്തിൽ വെള്ളം ഒഴുകിയിറങ്ങുന്നുണ്ട്. പുളിങ്കുന്ന് ആശുപത്രി പാലം, കിടങ്ങറ KC പാലം, ബസാർ പാലം എന്നിവിടങ്ങളിൽ കിഴക്കൻ വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കാൻ മേജർ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈനകരിയിലെ 6 പങ്ക് പാടത്തെ മടവീഴ്ച സംഭവിച്ചത് ചെറുകായൽ പാടശേഖരത്തെയും ബാധിച്ചു. വെള്ളക്കെട്ട് നിരവധി കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സാഹചര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ സ്വീകരിക്കുമെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ കഞ്ഞിവീഴ്ത്തൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും നാശനഷ്ടം സംഭവിച്ച വീടുകൾ പരിശോധിച്ച് പരമാവധി നഷ്ടപരിഹാരം നൽകും. ഇതോടൊപ്പം വാസയോഗ്യമല്ലാത്ത വീട്ടുകാരെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാത്രി യാത്രയും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും കഴിവതും ഒഴിവാക്കണം. ജലയാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്നും MLA കൂട്ടിച്ചേർത്തു. കനത്ത മഴ. ചേർത്തലയിൽ നടത്താനിരുന്ന വിജ്ഞാന കേരളം മൈക്രോ തൊഴിൽമേള ജൂൺ 14 മാറ്റിയതായി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ KMCN വാർത്തയോട് പറഞ്ഞു. മെയ് 31 നേരത്തെ നിശ്ചയിച്ചിരുന്നത്.
കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി ആലപ്പുഴയിൽ വിജ്ഞാന ആലപ്പുഴ എന്ന് പറയുന്നതായിട്ടുള്ള ജോബ് ഫെസ്റ്റ് വളരെയധികം വിദ്യാർത്ഥിനികളെ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലും വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളാണുള്ളത്. പക്ഷേ അവർ പഠിച്ചിറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് പറ്റുന്നതായിട്ടുള്ള ജോബുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 15-ന് ആ ഒരു ജോബ് മേളയിലേക്ക് പോയപ്പോഴത്തേക്കും ഒട്ടനവധി കുട്ടികൾക്ക് തൊഴിലുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 31-ാം തീയതി ചേർത്തലയിൽ വെച്ച് ഇതുപോലെ ജോബ് മേള നടത്തണമെന്നുള്ളതായിട്ടുള്ള ഒരു നിർദ്ദേശം തോമസ് ഐസക് സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് നമ്മളുടെ ഇടയിൽ ഒരു മീറ്റിംഗ് കൂടുകയും അങ്ങനെ നമ്മൾ ഈ 31-ാം തീയതി ജോബ് മേള സംഘടിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൈക്കാട്ടുശ്ശേരി, പട്ടണക്കാട് ബ്ലോക്കുകളും ചേർത്തല നഗരസഭയും ചേർന്നുള്ള ക്ലസ്റ്ററിലെ മൈക്രോ തൊഴിൽമേള ജൂൺ 14-ലേക്ക് മാറ്റിയത്. ശനിയാഴ്ച രാവിലെ 10 മുതൽ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേള നടക്കും. DWMS പോർട്ടലിലൂടെയോ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജോബ് സ്റ്റേഷൻ വഴിയോ ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. ചേർത്തലയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. 27-ാം വാർഡിൽ ദിവസങ്ങളോളമായി കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. വെള്ളം സർവത്ര വെള്ളം, തുള്ളി കുടിപ്പാനില്ലത്രേ എന്ന അവസ്ഥയിലാണ് ചേർത്തല നഗരസഭ 27-ാം വാർഡ് നിവാസികൾ. ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പണികൾ പുരോഗമിക്കുന്നതിനിടെ ജപ്പാൻ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്ന് പ്രദേശവാസി ബിജു കോയിക്കര പറഞ്ഞു. ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിൽ ഇതിൻ്റേതായ യാതൊരുവിധ സ്കെച്ചുമില്ല. ഓരോ റോഡിലും പരിപാടികൾ നടക്കുമ്പോൾ അവിടെ അവർക്ക് തോന്നുന്ന രീതിയിൽ പൊട്ടിപ്പൊളിച്ചിട്ടിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇവരുടെ പുറകെ നിരന്തരമായ ശ്രമം നടത്തുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വലയുന്നതനുസരിച്ച് അവരുടെ വീടുകളിലെ ഭവനങ്ങളിലെ കുടിവെള്ളമില്ല, അവരുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വെള്ളമില്ല. സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും പറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ AEയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും അവർ ശരിയാക്കിയെന്ന് പറഞ്ഞ് പോയിട്ട് അത് വേറൊരു കണക്ഷനുമായിട്ട് ആണ് ഇവർ കണക്ട് ചെയ്തത്. അന്നും യഥാർത്ഥത്തിലുള്ള പൈപ്പ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് വളരെ രീതിയിൽ, കാരണം ഞങ്ങളുടെ ഇവിടുത്തെ കൗൺസിലറൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്, പക്ഷേ ഇവരൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഈ അവസാന നിമിഷം വരെ ഈ ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി, സാധാരണക്കാരനെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടില്ല. 200ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. അധികാരികളോട് പരാതിപ്പെട്ടപ്പോൾ പരസ്പരം പഴിചാരുന്നതല്ലാതെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഒരു കൗൺസിലർ, ഞങ്ങളുടെ കൗൺസിലർ ഏൽക്കുട്ടി ടീച്ചറാണ്. ഏൽക്കുട്ടി ടീച്ചറിൻ്റെ നിരന്തരം വിളിച്ചിട്ടും ടീച്ചർ ഇവിടെ വരാനോ ഇതിനെക്കുറിച്ച് ഒന്ന് കാണാനോ എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നോ പോലും ഒന്ന് തിരക്കാനോ അന്വേഷിക്കാനോ ഒരു മനസ്സും കാണിക്കുന്നില്ല. ലാസ്റ്റ് നിങ്ങളെക്കൊണ്ട് എന്ത് സാധിക്കും എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമെന്നേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്ന പല വീടുകളിലും ആകെയുള്ളൊരു ജലസ്രോതസ്സാണ് ഈ കുടിവെള്ള പദ്ധതി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 11ാമത്തെ ദിവസമാണെന്ന്. ഇത്രയും ദിവസമായിട്ടും പാചകത്തിനോ ടോയ്ലറ്റ് സൗകര്യത്തിനോ അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംഘടിച്ച് മാറി മാറി ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ പണിയും കുഴപ്പമൊന്നൊരു കാരണം ഞങ്ങൾക്കറിയില്ല. എല്ലാ ദിവസവും ഞങ്ങളോട് പറയും ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നത് അല്ലാതെ ഒന്നും ശരിയാകുന്നില്ല. കുടിവെള്ളക്ഷാമത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ചേർത്തല സഹകരണ കോളേജിന് സമീപം ദീപിക ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചരക്ക് കപ്പലിൽ നിന്ന് രാസവസ്തുക്കൾ കടലിൽ വ്യാപിച്ചതുമൂലം മത്സ്യബന്ധനത്തിന് പോകാനാവാതെ തൊഴിൽ നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. മെയ് 30-ന് രാവിലെ കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം. ഈ സന്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി 31 തീയതികളിൽ മത്സ്യവിഭവ സദ്യകൾ സംഘടിപ്പിക്കുകയാണ്. 31-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബീച്ചിന് കിഴക്കുവശം
PWD റെസ്റ്റ് ഹൗസിൽ പടിഞ്ഞാറ് വശമായി നടക്കുന്ന ഈ മത്സ്യവിഭവ സദ്യ അതിൽ പങ്കെടുക്കുവാനും കടൽ മത്സ്യത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണം, ആ വ്യാജ പ്രചരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളതാണ്. വളരെ കൃത്യമായി ശാസ്ത്രജ്ഞന്മാർ ഇന്നിപ്പോൾ നമ്മുടെ കടലിൽ വരുന്ന മത്സ്യങ്ങളെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല എന്നും ഈ 13 കണ്ടെയ്നറുകളിൽ നിന്ന് വന്നിട്ടെന്ന് പറയുന്ന കാൽസ്യം കാർബൈഡ് പോലും അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ വ്യാപിക്കുന്നതിൽ എത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ അവിടെ സംസാരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ മുമ്പാകെ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ചെയ്യുവാൻ തയ്യാറാകണം. എന്തായാലും മത്സ്യത്തൊഴിലാളിയുടേതല്ലാത്ത കുറ്റത്തിന് മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കപ്പൽ മുങ്ങിയത് മൂലം കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കളും കപ്പലിന്റെ ഇന്ധനം ഉൾപ്പെടെ ചോർന്നു എന്നുള്ള നിലയിലാണ് പ്രചരണം വന്നുകൊണ്ടിരിക്കുന്നത്. ഗൗരവമേറിയ ഈ വിഷയത്തിൽ ഉന്നത തലത്തിൽ ശാസ്ത്രീയ പഠനം നടത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതോടൊപ്പം കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിന് പോകാൻ കഴിയുന്നതുവരെയുള്ള നഷ്ടപരിഹാര പാക്കേജ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി അനുവദിക്കണം. ആവശ്യങ്ങളാകെ ഉന്നയിച്ചുകൊണ്ട് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU മെയ് 30 രാവിലെ 11 മണിക്ക് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളിലും പൊതുസമൂഹത്തിലും തെറ്റായ പ്രചരണങ്ങൾ നടത്തുവാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ ചില ലോബികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യം കഴിക്കരുതെന്ന തരത്തിലുള്ള പ്രചരണം ഇക്കൂട്ടർ നടത്തിവരുന്നതായും MLA ആരോപിച്ചു. ഈ വിഷയത്തിൽ സർക്കാർ ഉടനെ ഇടപെടുകയും ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുവാനുള്ള നീക്കത്തെ തുറന്നു കാണിക്കുവാനും കഴിയണം. മത്സ്യം കഴിക്കുന്നത് അപകടകരമാണ് എന്ന നിലയിലുള്ള തെറ്റായ പ്രചാരവേല നടക്കുകയാണ്. അതുമൂലം മത്സ്യം വിറ്റഴിക്കപ്പെടുന്നതിനോ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാനോ കഴിയാത്ത നിലയാണ്. എന്നാൽ മത്സ്യം കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളിലുള്ള തെറ്റായ ധാരണ മാറ്റുന്നതിന്റെ ഭാഗമായി കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മെയ് 31 ശനിയാഴ്ച വൈകുന്നേരം ആലപ്പുഴ ബീച്ചിന് സമീപം മത്സ്യവിഭവ സദ്യ സംഘടിപ്പിക്കും. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേലകളെ അതിജീവിക്കുവാനും മത്സ്യത്തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനും ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിനും വേണ്ടി സംസ്ഥാനത്തുടനീളം കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മത്സ്യ സദ്യകൾ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഫെഡറേഷൻ ഭാരവാഹികളായ PA ഹാരിസ്, C ഷാംജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി TC ഇല്ലെങ്കിലും സ്കൂൾ മാറാം. പുതിയ ഉത്തരവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പൊതുവിദ്യാലയങ്ങളിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാനാണ് നടപടി. അതിന്റെ ഭാഗമായി 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ TC ഇല്ലാതെ സ്കൂളുകളിൽ ചേർക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. കുട്ടികൾ സ്കൂൾ മാറി പോകുന്നത് ഒഴിവാക്കാനായി TC നൽകാത്ത ചില അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് തിരിച്ചടിയാണ് ഈ പുതിയ ഉത്തരവ്. 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വയസ്സ് അടിസ്ഥാനമാക്കി പ്രവേശനം നൽകാം എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. 9, 10 ക്ലാസുകളിൽ വയസ്സിന്റെയും പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ കുട്ടികൾ സ്കൂളുകളിൽ ചേർക്കാം. പ്രവേശന പരീക്ഷയ്ക്കായി വകുപ്പ് തയ്യാറാക്കുന്ന ചോദ്യക്കടലാസ് ഉപയോഗിച്ച് വിദ്യാഭ്യാസ ഓഫീസറുടെ മേൽനോട്ടത്തിൽ പരീക്ഷ നടത്തണമെന്നാണ് ഉത്തരവ്. കഴിഞ്ഞ അധ്യയന വർഷം അൺഎയ്ഡഡ് മേഖലയിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ഉണ്ടായിരുന്നത് 3,55,967 വിദ്യാർത്ഥികളാണ്. അതിൽ നല്ലൊരു വിഭാഗത്തെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ 2022-23 അധ്യയന വർഷത്തേക്കാൾ 2023-24 അധ്യയന വർഷത്തിൽ 86,752 വിദ്യാർത്ഥികളുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇക്കൊല്ലവും ഈ വിടവ് കൂടുമെന്ന് കണക്കിലെടുത്താണ് കുട്ടികളെ എത്തിച്ച് പൊതുവിദ്യാലയങ്ങൾ ശക്തമാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത്. കേരള സർക്കാർ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സ്കൂൾ വർഷാരംഭത്തിൽ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുവാനുള്ള പ്രവേശനോത്സവ ഗാനം പുറത്തിറങ്ങി. ഗാനത്തിന്റെ പ്രകാശനം മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2 കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മെയ് 12 സ്കൂളിൽ വച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആലപ്പുഴ MLA ശ്രീ B ചിത്രരഞ്ജൻ ചെയർമാനായി ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. സജി ചെറിയാനും
പ്രസാദമന്ത്രിയും രക്ഷാധികാരികളാണ്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2 രാവിലെ 10 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. പൂർവ്വകാല അധ്യാപകരെയും പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് സംസ്ഥാനതല പുരസ്കാരങ്ങൾ നേടിയ അധ്യാപകരെ ആദരിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി മെയ് 31 5000 പേർ പങ്കെടുക്കുന്ന വിളംബര ജാഥ ആലപ്പുഴ ടൗണിൽ നടക്കും. മന്ത്രി സജി ചെറിയാൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ പ്രാവശ്യത്തെ പ്രവേശനോത്സവ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഐക്യകളുടെ രൂപീകരണത്തിന് ശേഷം ഈ പ്രവേശനോത്സവത്തിൻ്റെ സംവിധാനമൊക്കെ ഉണ്ടായ ശേഷം ഒരു വിദ്യാർത്ഥിനി പാട്ടെഴുതി ട്യൂൺ ചെയ്ത് അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കൊട്ടാരക്കര താമരക്കുടി HBVHSSലെ വിദ്യാർത്ഥിയായ ഭദ്രഹരി എഴുതിയ ഗാനമാണ് 2025-26 അധ്യയന വർഷം പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോണാണ് ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും. 2025 ജൂൺ 2 ആലപ്പുഴ കലവൂരിലാണ് സംസ്ഥാന പ്രവേശനോത്സവം നടക്കുക. ഇതിനൊപ്പം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവങ്ങൾ നടക്കും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പ്രായമായവരും മറ്റു രോഗങ്ങളുള്ളവരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി. ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ചെറിയ തോതിലൊരു വർധനവ് കണ്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവൽ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തിരുന്നു. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം വിളിച്ചു ചേർത്തിരുന്നു. മന്ത്രിതല മീറ്റിംഗ് വിളിച്ചു ചേർത്ത് പൊതുസ്ഥിതിഗതികൾ അവലോകനം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ഒരു സൂക്ഷ്മ നിരീക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറച്ച് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വകുപ്പ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നമുക്ക് പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സൂക്ഷ്മ നിരീക്ഷണം പൊതുസ്ഥിതി എന്താണെന്നുള്ളത് അതിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ഇതിൽ ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനത്തില്ല. നമ്മളത് എന്താണ്, എങ്ങനെ അത് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും. ഈ പ്രായമുള്ളവർ, രോഗങ്ങളുള്ളവർ ദയവായിട്ട് മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. കാരണം കോമോബിഡിറ്റീസ് ഉള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആകട്ടെ അല്ല പൊതു പരിപാടികളാകട്ടെ രോഗങ്ങളുള്ളവർ, മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം എന്നുള്ളത് ദയവായിട്ടത് ഓർക്കണമെന്നുള്ളതാണ്. അതുകൂടാതെ ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോകേണ്ടതായി വരും. അല്ലാതെ ഉള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ദയവായിട്ട് ഒഴിവാക്കണം. ആശുപത്രിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആശുപത്രിയിലും പാലിക്കേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകണം. മാസ്ക് ഉൾപ്പെടെയുള്ളവ ധരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആഗോളതലത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചത് കണ്ടപ്പോൾ തന്നെ സംസ്ഥാന തലത്തിൽ മീറ്റിംഗുകൾ നടത്തിയിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രായമായവരും രോഗങ്ങളുള്ളവരും പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണം. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരോ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരും മാസ്ക് ധരിക്കണം. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത ബന്ധുക്കൾ ഒഴികെയുള്ളവരെ സന്ദർശിക്കുന്നതുൾപ്പെടെ ദയവായി ഒഴിവാക്കണം. ആശുപത്രികളിൽ ഉൾപ്പെടെ രോഗം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലാബുകളിൽ ഉൾപ്പെടെ RT-PCR പരിശോധനാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 500-ലധികം കേസുകളാണുള്ളത്. കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ കേസുകൾ അറിയുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ബീച്ചിൽ പെട്ടിക്കട വീണ് പെൺകുട്ടി മരിച്ച സംഭവം. ബീച്ചിലെ കടകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ തുറമുഖ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പെട്ടിക്കടകളോട് ചേർന്നുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി തുടങ്ങി. കടകളുടെ ടീൻ ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര ഉൾപ്പെടെ നീക്കണമെന്നാണ് തുറമുഖ വകുപ്പ് ഉടമകളോട് നിർദ്ദേശം. 117 കടകളാണ് തുറമുഖ വകുപ്പ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. ലൈസൻസിന്റെ കാലാവധി അവസാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അപകടമുണ്ടായത്. 2 വർഷം കൂടുമ്പോഴാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത്. നിബന്ധനകൾ പാലിക്കാത്തവർക്ക് ജൂണിൽ ലൈസൻസ് പുതുക്കി നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് തുറമുഖ വകുപ്പ്. മാണി സി കാപ്പൻ നേതൃത്വം നൽകുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും കൂട്ടരാജി.
രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും ജനാധിപത്യ സംരക്ഷണ സമിതിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രൂപമെടുത്തൊരു ചെറിയ പാർട്ടി സംവിധാനമാണ്. NCPയുടെ പാലാ MLA ആയിരുന്ന ശ്രീ മാണി സി കാപ്പന് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ LDF മാണി സി കാപ്പൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പാലായിൽ മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ അന്നെടുത്ത തീരുമാനം ജവഹർലാൽ നെഹ്റു അടക്കമുള്ള പഴയകാല കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രാദേശിക പാർട്ടിയായി പ്രവർത്തിക്കണമെന്നാണ് തീരുമാനമെടുത്തത്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ KDPയുടെ മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടക പാർട്ടിയിലേക്ക് കേരളത്തിലെ നല്ലൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഘടക പാർട്ടി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും UDFൻ്റെ ഭാഗമായി മാണി സി കാപ്പൻ നിൽക്കുന്നതുകൊണ്ട് തുറന്ന് പറയാൻ കഴിയില്ല. KDPയുടെ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ റഹ്മാനിയ, ടിംബർ മുഹമ്മദ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ആലപ്പുഴ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായ ബിജു കോട്ടുപള്ളി തുടങ്ങിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും JSSൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജൂൺ 1-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന KDP മുൻ നേതാക്കളുടെ സംഗമം JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AN രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AV താമരാക്ഷൻ മുൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. JSSന്റെ മറ്റ് ജില്ലാ നേതാക്കളും ഇതിൽ സംബന്ധിക്കും. ലയൺസ് കെയർ ഫോർ ലൈഫ് ആലപ്പുഴയിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. യൂണിറ്റിന്റെ ഉദ്ഘാടനം മെയ് 30 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആലപ്പുഴ സഹൃദയ ആശുപത്രിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ 318 ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ ഈ ആലപ്പുഴ റീജിയനിലുള്ള 11 ക്ലബ്ബ് ഒന്ന് ചേർന്ന് ലയൺസ് കെയർ ഫോർ ലൈഫ് എന്നൊരു സൊസൈറ്റി രൂപീകരിച്ച് ഇവിടെ ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഇവിടെ നമ്മുടെ സഹൃദയ ഹോസ്പിറ്റലിൽ ചേർന്ന് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ 30-ാം തീയതി 2:30 ചങ്ങനാശ്ശേരി അദ്വൈത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് 318 ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ രാജനൻ നമ്പൂതിരി PMJFും ഏരിയ ലീഡർ ലയൻ അഡ്വക്കേറ്റ് അമർനാഥ് PMJFും അതുപോലെ അടുത്ത സെക്കൻഡ് VDG ഇലക്ട് ലയൻ പീറ്റർ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ആലപ്പുഴ മേഖലയിൽ ഡയാലിസിസ് കിഡ്നി പേഷ്യൻ്റൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടും ഡയാലിസിസ് അനിവാര്യമായതുകൊണ്ടും എല്ലാവരും ആലപ്പുഴ എന്നുള്ളവരൊക്കെ കൂടുതലായിട്ടും കോട്ടയം എറണാകുളം ഭാഗത്തൊക്കെ പോയാണ് ഡയാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ അവരെ സഹായിക്കാനായിട്ടാണ്, അതായത് ലയൺസ് വഴി പോകുന്ന രോഗികൾക്ക് സഹൃദയ ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് അവിടെ ഡയാലിസിസ് നടത്തും. അതിനുവേണ്ടി നമ്മളൊരു 5 മിഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് 2 മിഷൻ ഇപ്പം നമ്മളത് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്തൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ ഡിസ്ട്രിക്ട് ഗവർണറും നിയുക്ത മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാനുമായ ലയൺസ് രാജൻ N നമ്പൂതിരി ചടങ്ങിൽ മുഖ്യാതിഥിയാവും. ലയൺസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏരിയ ലീഡറും മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് V അമർനാഥ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ CA എബ്രഹാം പഞ്ഞിക്കാരൻ, KP പീറ്റർ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടും. ആദ്യഘട്ടത്തിൽ 2 ഡയാലിസിസ് ഉപകരണങ്ങൾ ലയൺസ് കെയർ ഫോർ ലൈഫ് സംഭാവന ചെയ്യുന്നു. ആശുപത്രിയിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് 3 ഉപകരണങ്ങൾ കൂടി നൽകും. ഇതോടെ ആകെ 5 ഉപകരണങ്ങൾ ലഭ്യമാകും. ഓരോ ഉപകരണത്തിന്റെയും വില ഏകദേശം 7 ലക്ഷം രൂപ.
ഈ മുഴുവൻ പദ്ധതിയുടെ ചെലവ് 35 ലക്ഷം രൂപയാണ്. ലയൺസ് പ്രസിഡന്റ് TG സെബാസ്റ്റ്യൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് T സജി, സഹൃദയ ഹോസ്പിറ്റൽ PRO യദു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ടീജന്റ് ജീവനക്കാരെ അവഗണിക്കുന്നു എന്ന് ആരോപണം. കേരള മുനിസിപ്പൽ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. പൊതുനിരത്തിൽ മാലിന്യങ്ങൾ ശുചിയാക്കി നഗര സൗന്ദര്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ശുചീകരണ തൊഴിലാളികൾ, ഇവരെ രണ്ടായി കാണുന്ന അധികാരിവർഗത്തിൻ്റെ ഹീനമായ പ്രവൃത്തി അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കാർ മുനിസിപ്പൽ ജീവനക്കാരെ, അതുപോലെ നമ്മുടെ പെൻഷൻ പ്രായം 65 വയസ്സായി നിലപ്പെടുത്തുക, അതുപോലെ പങ്കാളിത്ത പെൻഷനിലുള്ള അപാകതകൾ പരിഹരിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നഗരസഭകളിലെ തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ വഞ്ചനാ ദിനം ആചരിക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ട സർക്കാരിന്റെ കണ്ണു തുറന്നില്ല എങ്കിൽ പൊതുനിരത്തിൽ മാലിന്യങ്ങൾ ശുചിയാക്കി നഗര സൗന്ദര്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ശുചീകരണ തൊഴിലാളികളാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G വിശ്വംഭരൻ നായർ വഞ്ചനാ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഷിബി B, വേണുകുമാർ എന്നിവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം ആലപ്പുഴ ജില്ലയിൽ കനത്ത നാശനഷ്ടം. 419 വീടുകൾ ഭാഗികമായും 11 വീടുകൾ പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പ്രായമായവരും മറ്റു രോഗങ്ങളുള്ളവരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി. ചേർത്തലയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. 27ാം വാർഡിൽ ദിവസങ്ങളോളമായി കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഇനി TC ഇല്ലെങ്കിലും സ്കൂൾ മാറാം. പുതിയ ഉത്തരവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പൊതുവിദ്യാലയങ്ങളിൽ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.